മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴക്കിയ ഡൽഹി സ്വദേശി പിടിയിൽ. മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഖാലിദ് എന്ന നിതിൻ ശർമ്മയെ പിടികൂടിയത് മൂന്നാർ പോലീസ്. സന്ദേശം അയച്ചത് മോഷ്ടിച്ച ഫോണിൽ നിന്ന്. അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സർക്കാർ വീതിച്ചു നൽകിയ സ്ഥലത്തേക്കുള്ള വഴിയടച്ച സ്വകാര്യ സ്കൂൾ. 72 കുടുംബങ്ങൾക്ക് ചിന്നക്കനാലിൽ നൽകിയ ഭൂമിയിലേക്ക് എത്താനുള്ള വഴിയാണ് നിഷേധിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ ഇടുക്കിയിലെ കർഷകർക്കുണ്ടായത് 20 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം. മെയ് 24 മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച വരെയുള്ള കൃഷിവകുപ്പിന്റെ കണക്കാണ് പുറത്തുവന്നത്. ഉടുമ്പൻചോലായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ ചാരായവും കഞ്ചാവും പിടികൂടി. ചാറൽമേട്ടിൽ നിന്ന് 40 ഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പാലപ്പിള്ള സിറ്റിയിൽ 10 ലിറ്റർ വാറ്റുചാരായം കണ്ടെത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദുഃഖവാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. സിറ്റി വിഷൻ മാനേജിംഗ് പാർട്ണർ സിബി സെബാസ്റ്റ്യന്റെ പിതാവ് ദേവസ്യ കുര്യച്ചൻ വിടവാങ്ങി. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സംസ്കാരം എല്ലക്കൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്നു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക പ്രവർത്തകരും നൂറുകണക്കിന് ആളുകളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ സിറ്റി വിഷൻ കുടുംബത്തിന്റെ കണ്ണീർ പൂക്കളും അർപ്പിക്കുകയാണ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴക്കിയ ഡൽഹി സ്വദേശി പിടിയിലായിരിക്കുന്നു. മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഖാലിദ് എന്ന നിതിൻ ശർമ്മയെ മൂന്നാർ പോലീസാണ് പിടികൂടിയത്. മോഷ്ടിച്ച ഫോണിൽ നിന്ന് മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ ഇമെയിൽ സന്ദേശം അയക്കുകയായിരുന്നു. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലുമായി ഇയാൾക്കെതിരെ സമാനമായ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച് ഖാലിദ് പോലീസിന് ഇമെയിൽ ലഭിച്ചത്. ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധനയും നടത്തി. എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല. തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൈസൂർ ലെതർബാഗ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നത്. തുടർന്ന് മൂന്നാർ പോലീസ് നേരിട്ട് ഇവിടെ എത്തുകയായിരുന്നു. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ സമാനമായ നിരവധി കേസുകളുണ്ട്. 2017 എറണാകുളം ലുലുമാളിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. വിവിധ മേഖലകളിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നത്. മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി.
സ്ഥിരമായി ബോംബ് ഭീഷണി മുഴക്കുന്ന ഇയാൾക്ക് പിന്നിൽ മറ്റു കൂട്ടാളികളുണ്ടോ എന്നും അന്വേഷിക്കും. ഇടുക്കി SP TK വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം മൂന്നാർ DYSP അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ ദേവികുളം SHO നോബിൾ PJ, മൂന്നാർ SI നിസാർ MK എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. സിറ്റി വിഷൻ, മൂന്നാർ. 5 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുടിയെടുക്കപ്പെട്ടവർക്ക് സർക്കാർ വീതിച്ചു നൽകിയ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. 1971 ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായി കുടിയിറക്കിയ 72 കുടുംബങ്ങൾക്കാണ് ചിന്നക്കനാലിൽ നൽകിയ ഭൂമിയിലേക്കാണ് ഇപ്പോൾ എത്താൻ വഴിയില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വഴിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സ്വകാര്യ സ്കൂള് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെയാണ് ഇവർ വീണ്ടും നിയമക്കുരുക്കിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നത്. ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായി 1971 92 കുടുംബങ്ങളെയാണ് കുടിയിറക്കിയത്. ഇതിനുശേഷം ഇവരുടെ പുനരധിവാസം നീണ്ടത് 5 പതിറ്റാണ്ട്. 2023 ചിന്നക്കനാൽ മൗണ്ട് ഫോർട്ട് സ്കൂൾ കൈയടക്കി വെച്ചിരുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും പിന്നീട് 72 കുടുംബങ്ങൾക്ക് 15 സെന്റ് വീതം പട്ടയം അനുവദിച്ച പ്ലോട്ട് തിരിച്ചു നൽകിയത്. ഭൂമിയിലേക്കുള്ള റോഡ് കടന്നു പോകുന്നത് സ്കൂളിന്റെ ഗേറ്റ് കടന്നാണ്. എന്നാൽ റോഡ് നിലനിൽക്കുന്നത് സ്കൂളിന്റെ സ്വന്തം ഭൂമിയാണെന്ന് മറ്റ് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുവാൻ കഴിയില്ല എന്നും കാണിച്ച സ്കൂൾ കോടതിയെ സമീപിക്കുകയും അനുകൂലമായ സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഇതോടെ കാത്തിരുന്ന് കിട്ടിയ സ്ഥലത്തേക്കെത്താനും നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആളുകൾ. അതേസമയം കുടുംബങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. ചിന്നക്കനാലിൽ നമ്മുടെ മൗണ്ട് ഫോർട്ട് സ്കൂളിന് മുകളിലായിട്ട് സർക്കാർ പതിപ്പിച്ചു കൊടുത്ത ഭൂമി 72 വർഷമായി അവരുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ചിന്നക്കനാലിൽ ഈ ഭൂമി കണ്ടെത്തുകയും സർക്കാർ ഭൂമി അവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴി മൗണ്ട് ഫോർട്ട് സ്കൂളിൻ്റെ അധികാരികൾ ആ ഗേറ്റ് അടച്ചു വെച്ച് അവരെ കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തീർച്ചയായിട്ടും ആ റോഡിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നതായിരിക്കും. എന്നാൽ സ്കൂൾ അവകാശവാദം ഉന്നയിക്കുന്ന റോഡ് റവന്യൂ ഭൂമിയിലൂടെയാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി സമ്പാദിച്ചതെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ മുഴുവൻ ഭൂമിയും കൃത്യമായി സർവേ നടത്തുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കാലവർഷക്കെടുതിയിൽ ജില്ലയിലെ കർഷകർക്കുണ്ടായത് 20 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം. മെയ് 24 മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ കൃഷിവകുപ്പിന്റെ കണക്കനുസരിച്ച് 20.34 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. ആകെ 11,469 കർഷകരുടെ 1,179.58 ഹെക്ടർ കൃഷിഭൂമിയിൽ വിളനാശമുണ്ടായി. വാഴ, ഏലം തുടങ്ങിയ വിളകളാണ് മഴയും കാറ്റും കൂടുതൽ ബാധിച്ചത്. ഏറ്റവും അധികം ഏലം കൃഷിയുള്ള നെടുങ്കണ്ടം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്തെ കൃഷി നശിച്ചതും. എന്നാൽ പീരുമേട് ബ്ലോക്കിലാണ് കാലവർഷക്കെടുതി കൂടുതൽ കർഷകരെ ബാധിച്ചത്. നെടുങ്കണ്ടം ബ്ലോക്കിൽ 2146 കർഷകരുടെ 475.30 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചത് മൂലം 3.80 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. പീരുമേട് ബ്ലോക്കിൽ 3328 കർഷകരുടെ 340 ഹെക്ടറിലെ കൃഷി നശിച്ചത് മൂലം 6 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. തൊടുപുഴ ബ്ലോക്കിലാണ് ഏറ്റവും കുറവ് കൃഷിനാശം. 131 കർഷകരുടെ 3.92 ഹെക്ടർ കൃഷിനാശമാണ് ഇവിടെ ഉണ്ടായത്. 19 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് തൊടുപുഴ ബ്ലോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അടിമാലി ബ്ലോക്കിൽ 2339 കർഷകരുടെ 114.77 ഹെക്ടർ കൃഷിഭൂമിയിൽ 5.54 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. ദേവികുളം ബ്ലോക്കിൽ 762 കർഷകർക്കാണ് കാലവർഷത്തിൽ വിളനാശമുണ്ടായത്. ഇവിടെ 25.75 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചത് മൂലം ആകെ 73 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഇളന്തേശം ബ്ലോക്കിൽ 40 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. ഇടുക്കി ബ്ലോക്കിൽ 1351 കർഷകർക്ക് 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കട്ടപ്പന ബ്ലോക്കിൽ 900 കർഷകർക്ക് 1.32 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. ഇളംദേശത്ത് 54.97 ഹെക്ടറും ഇടുക്കിയിൽ 85.16 ഹെക്ടറും കട്ടപ്പനയിൽ 79.31 ഹെക്ടറും കൃഷി നശിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. മലയോര ഹൈവേയിൽ രാജാക്കാട് ടൗണിന് സമീപം റോഡ് വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് 1 വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ നടപടിയില്ല. റോഡിന്റെ ബാക്കി ഭാഗവും നിലവിൽ വിള്ളൽ വീണ് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളും സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടക്കിണിയായി മാറിയിരിക്കുന്നത്.
മലയോര ഹൈവേയായ ഉടുമ്പൻചോല 2-ാം മൈൽ റോഡിൽ രാജാക്കാട് കുഞ്ചിത്തണ്ണി റൂട്ടിൽ രാജാക്കാട് ടൗണിന് സമീപമാണ് കഴിഞ്ഞ മഴക്കാലത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ സമീപത്തുണ്ടായിരുന്ന തോട്ടിലേക്ക് പതിച്ചത്. 30 അടിയിലധികം ഉയരത്തിൽ നിന്നാണ് റോഡിന്റെ വശം ഇടിഞ്ഞു വീണത്. ഇതോടെ വാഹന ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമാക്കി ക്രമീകരിച്ചതൊഴിച്ചാൽ റോഡിലെ അപകട സാധ്യത ഒഴിവാക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വാഹന ഗതാഗതം ഒരു വശത്തുകൂടി ക്രമപ്പെടുത്തിയിരിക്കുന്നതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കും പതിവ് കാഴ്ചയാണ്. മാത്രവുമല്ല, റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്ന് പുതിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയേറെയാണ്. റോഡ് ഗതാഗതം നിലയ്ക്കുന്നതിനൊപ്പം വലിയ അപകട ഭീഷണിയുമാണ് നിലനിൽക്കുന്നത്. ഇതുവരെയും ആ റോഡിൻ്റെ ഒന്ന് സൈഡ് കെട്ടുകയോ ആ റോഡ് പഴയ പോലെ ഒന്ന് നിർമ്മിക്കുവാനോ ഈ റോഡ് എടുത്തേക്കുന്ന കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, 100 കണക്കിന് വാഹനങ്ങളും അതിലുപരി ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ 100 കണക്കിന് പിള്ളേരെയുമായി പോകുന്ന ബസ്സുകളും വാഹനങ്ങളും ഉള്ളപ്പോൾ ആ വഴിയെ പോകുവാൻ വാഹനങ്ങൾക്ക് വളരെ തടസ്സമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡിൻ്റെ സൈഡ് കെട്ടി ആ റോഡ് മെനയാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാം. റോഡ് തകർന്ന 1 വർഷം പിന്നിടുമ്പോഴും പുനർനിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. ഉടുമ്പൻചോല എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ചാറൽമേട് കട്ടക്കാല സ്വദേശികളായ പുന്നക്കൽ ജോസ് ജോസഫ്, ഏറത്തൽ വീട്ടിൽ സിബി കുഞ്ഞുമോൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ MP പ്രമോദിന്റെ നേതൃത്വത്തിൽ ചാറൽമേട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 45 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ചാറൽമേട് കട്ടാക്കാല സ്വദേശികളായ പുന്നക്കൽ ജോസ് ജോസഫ്, ഏറത്തൽ വീട്ടിൽ സിബി കുഞ്ഞുമോൻ എന്നിവരാണ് പിടിയിലായത്. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സേവിയർ PD, പ്രിവന്റീവ് ഓഫീസർമാരായ അരുൺ MS, ജോഷി VJ, സിവിൽ എക്സൈസ് ഓഫീസർ ടിൽസ് ജോസഫ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം ബാലംപിള്ള സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 10 ലിറ്റർ ചാരായം കണ്ടെത്തി കേസെടുത്തു. ബംഗ്ലാദേശ് കോളനി മേഖലയിൽ ആൾതാമസമില്ലാതിരുന്ന പറമ്പിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു ചാരായം. പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയതായി എക്സൈസ് വ്യക്തമാക്കി. മേഖലയിൽ ചാരായ വിൽപ്പന സജീവമാണെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ചാരായം കണ്ടെത്തിയതും. ടൂറിസ്റ്റുകൾക്ക് വിൽപ്പന നടത്തുന്നതിനായി വനമേഖലയിൽ വ്യാജമായി വാറ്റിയെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നതാണ് ചാരായമെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. മുൻപും മേഖലയിൽ നിന്നും ചാരായവും കോടയും മറ്റും പിടിച്ചെടുത്തിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് NP, ഉദ്യോഗസ്ഥരായ സേവിയർ, രാധാകൃഷ്ണൻ, ജോഷി, ഷനോജ്, സന്തോഷ് തോമസ്, അമൽനാഥ്, അരുൺ KP എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് പൊന്മുടി ജലാശയത്തിൽ മൃതദേഹം കണ്ടെത്തി. ഡാം ആൻഡ് ഡെയിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ ബോട്ടിയാർഡിന് സമീപത്തായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വട്ടപ്പാറ സ്വദേശി സിബിയാണ് മരിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് രാജാക്കാട് പോലീസ്. രാവിലെ 10 മണിയോടെയാണ് പുരുഷന്റെ മൃതദേഹം ബോട്ടിയാർഡിന്റെ സമീപം ബോട്ട് ഡ്രൈവർ കാണുന്നത്. തുടർന്ന് രാജാക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെത്തിച്ചത്. രാവിലെ 10:30 ഡ്യൂട്ടിക്ക് വന്നു. ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മരിച്ചത് വട്ടപ്പാറ സ്വദേശി സിബി എന്നയാളെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും രാജാക്കാട് പോലീസ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ഭാഗത്ത് തിരിച്ചറിയപ്പെടാത്തൊരു മൃതദേഹം കാണപ്പെടുകയാണ്. ഇത് നമ്മൾ കരയ്ക്കടുത്ത് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ളതാണ്. അന്വേഷിച്ചത് വട്ടപ്പാറ ഭാഗത്ത് താമസിക്കുന്ന നെടുമ്പുറത്ത് സിബിയാണെന്നാണ് അറിവായിട്ടുള്ളത്. അത് ബന്ധുക്കളൊന്നും എത്തിയിട്ടില്ല. ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന മുറയ്ക്ക് തിരിച്ചറിയിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഇയാളുടേതെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്നും ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. ചെറിയൊരിടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും
പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. നിരവധി രോഗങ്ങൾ വേട്ടയാടുന്നതിനിടയിൽ 2 കിഡ്നികളും തകരാറിലായതോടെ ദുരിതക്കയത്തിലായിരിക്കുകയാണ് ചോറ്റുപാറ സ്വദേശിനിയായ വീട്ടമ്മ. തൂക്കുപാലം ചോറ്റുപാറ പടിക്കക്കവലയിൽ ഷീബ തുളസീധരനാണ് ജീവിതത്തോട് പൊരുതി 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം പോലും പണമില്ലാത്തതിന്റെ പേരിൽ പാലിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബം. ഇത് ഷീബ തുളസീധരൻ. ഈ കിടക്കയിൽ ഈ കിടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും പരസഹായമില്ലാതെ കഴിയില്ല. നിരവധി രോഗങ്ങൾ വേട്ടയാടുന്നതിനിടയിലാണ് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പരിശോധനയിൽ കിഡ്നി 2ഉം തകരാറിലാണെന്ന വിവരം അറിയുന്നത്. കൂലിവേലക്കാരനായ തുളസീധരനും വിദ്യാർത്ഥിയായ മകനും താങ്ങാവുന്നതിനും അപ്പുറമാണ് നിലവിലെ ചികിത്സാ ചെലവ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. എന്നാൽ പണമില്ലാത്തതിനാൽ 2 എണ്ണമെങ്കിലും ചെയ്താലായി. ആരെങ്കിലും സഹായിക്കാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം. എൻ്റെ 2 ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഡയാലിസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആഴ്ച 2 എണ്ണമാണ് ചെയ്യുന്നത്. 3 എണ്ണം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ 5-6 ലക്ഷം രൂപ ചിലവായി. യാതൊരു നിവൃത്തിയും രൂപയെ കൊണ്ടില്ല. നല്ലവരായ മനുഷ്യരെ സഹായിക്കണം. പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും തങ്ങളാലാവുന്ന സഹായം എത്തിച്ചു നൽകിയെങ്കിലും ഇത് പര്യാപ്തമല്ല. അടിയന്തരമായി സുമനസുകൾ സഹായിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്യാമള മധുസൂദനനും അപേക്ഷിക്കുവാനുള്ളത്. ഈ കുടുംബം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് കണ്ടിട്ട് ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇവരുടെ ജീവിതാവസ്ഥ ഇനിയും വളരെ ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് പോകും. നമ്മളുടെ പക്കലുള്ള ഒരു ചെറിയ തുകയെങ്കിലും നൽകിയാൽ ചിലപ്പോൾ ഈ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. കാരുണ്യത്തിന്റെ കടലാകുവാൻ ഓരോരുത്തരും ചെറിയ തുക നൽകി സഹായിക്കണമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനും നാടിനുമുള്ളത്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാൻ ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുന്നു. റെയിൻ 14 എന്ന പേരിലാണ് ഓഗസ്റ്റ് 3 പഴയ മൂന്നാറിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുന്നത്. മൂന്നാറിന്റെ ടൂറിസം വികസനത്തിനായും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സാംസ്കാരിക സംഘടനയാണ് ഗ്രീൻസ് മൂന്നാർ. ഓരോ സമയത്തും ടൂറിസം പ്രമോഷന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടന സംഘടിപ്പിക്കുന്നത്. ഇത്തവണ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുന്നത്. 43ാം പാദ മത്സരങ്ങൾ ഓഗസ്റ്റ് മാസം 3-ാം തീയതി ആരംഭിക്കുകയാണ്. ഇതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം നൽകിയ പിന്തുണ വളരെ സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ 3-ാം വർഷമാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രീൻസ് മൂന്നാർ പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 32 ടീമുകളാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പങ്കെടുക്കുന്നത്. കൂടാതെ പ്രാദേശികമായ 12 ടീമുകളും പങ്കെടുക്കുന്നുണ്ട്. വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകും. സിറ്റി വിഷൻ മൂന്നാർ.
ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി BJP രംഗത്ത്. പഞ്ചായത്തിലെ വികസന മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടി BJP ചിന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ വികസന മുരടിപ്പ് നേരിടുകയാണെന്നും അഴിമതിയും കെടുകാര്യസ്ഥതയും തുടരുമ്പോൾ LDFും UDFും കൈകോർത്ത് ഇത് മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും റോഡുകളടക്കം തകർന്നു കിടക്കുമ്പോൾ പഞ്ചായത്ത് അധികൃതർ പരിഹാരം കാണുന്നതിന് ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപിച്ചാണ് BJP ചിന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. വിലക്കിൽ ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ഉപരോധം BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാൽ പഞ്ചായത്ത് മാറി മാറി ഭരിക്കുന്ന LDFിനും UDFിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ നേരമില്ലെന്നും അവർക്ക് പ്രധാനം വോട്ടും മാഫിയകളുടെ നോട്ടുമാണെന്നും PP സാനു കുറ്റപ്പെടുത്തി. LDF ഭരിക്കുന്ന ഈ ചിന്നക്കനാൽ പഞ്ചായത്ത് മുൻപ് UDFും ഭരിച്ചിരുന്നു. എന്നാൽ ഇവരാരും ഒരു താല്പര്യമെടുക്കുന്നില്ല. അവർക്ക് വേണ്ടത് ജനങ്ങളുടെ വോട്ടും മാഫിയകളുടെ നോട്ടും ആണ് ഇവർക്ക് വേണ്ടത്. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ അധ്യക്ഷത വഹിച്ചു. ദേവികുളം മണ്ഡലം പ്രസിഡന്റ് PP മുരുകൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അളകരാജ്, ദേവികുളം മണ്ഡലം ജനറൽ സെക്രട്ടറി കന്ദകുമാർ, ജോഷി, ബാലകൃഷ്ണൻ, VK രമേശ്, മുത്തുകുമാർ, പൊട്ടുരാജ്, അയ്യപ്പൻ ഗണേശൻ, ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിലെ നിലവിലെ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് EM അഗസ്തി പറഞ്ഞു. 20 ഏക്കർ ടൗണിൽ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ചെറിയ തോതിൽ പോലീസും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനുശേഷം നടന്ന ധർണാ സമരത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. AICC അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആരോഗ്യമേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണെന്ന് പറയുന്ന സർക്കാർ നിലവിലെ കേരളത്തിൽ ആരോഗ്യമേഖലയുടെ സാഹചര്യവും വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് കേരളത്തിൽ ആരോഗ്യമേഖലയെ വിശ്വാസമില്ലാത്തതിനാലാണെന്നും EM അഗസ്തി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് തികഞ്ഞ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ കെടുകാര്യസ്ഥതയോടെയാണ് മന്ത്രി കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസരത്തെ ആരോഗ്യം പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം. നമുക്കറിയാം, മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്നില്ല എന്ന കാര്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ അപഹസിക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അല്ലാതെ സത്യം അംഗീകരിക്കാൻ വേണ്ടി സത്യം അംഗീകരിക്കുന്ന സ്വഭാവം കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല. അദ്ദേഹം ഡോക്ടർമാരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കണ്ടെത്തിയ ന്യായം എങ്ങനെയാണോ പറയേണ്ടതെന്ന്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒന്ന് ബോധ്യപ്പെടുത്തണം. ധിക്കാരം മാത്രം സംസാരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പിനെ പറ്റി യാതൊരു പരിചയവുമില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രി. പക്ഷെ അവരൊരു കാര്യത്തിൽ വളരെ മന്ത്രിയാണ്. കോവിഡിന്റെ പേരിൽ ഒരു പിണറായി വിജയൻ. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ, DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ്, ഷാജി വെള്ളംവയ്ക്കൽ, പ്രശാന്ത് രാജു, സിജു ചക്കുമൂട്ടിൽ, മനോജ് മുരളി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ധർണയിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, കട്ടപ്പന. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴക്കിയ ഡൽഹി സ്വദേശി പിടിയിൽ. മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഖാലിദ് എന്ന നിതിൻ ശർമ്മയെ പിടികൂടിയത് മൂന്നാർ പോലീസ്. സന്ദേശം അയച്ചത് മോഷ്ടിച്ച ഫോണിൽ നിന്ന്. അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സർക്കാർ വീതിച്ചു നൽകിയ സ്ഥലത്തേക്കുള്ള വഴിയടച്ച സ്വകാര്യ സ്കൂൾ. 72 കുടുംബങ്ങൾക്ക് ചിന്നക്കനാലിൽ നൽകിയ ഭൂമിയിലേക്ക് എത്താനുള്ള വഴിയാണ് നിഷേധിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ ഇടുക്കിയിലെ കർഷകർക്കുണ്ടായത് 20 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം. മെയ് 24 മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച വരെയുള്ള കൃഷിവകുപ്പിന്റെ കണക്കാണ് പുറത്തുവന്നത്. ഉടുമ്പൻചോലായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ ചാരായവും കഞ്ചാവും പിടികൂടി. ചാറൽമേട്ടിൽ നിന്ന് 40 ഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പാലപ്പിള്ള സിറ്റിയിൽ 10 ലിറ്റർ വാറ്റുചാരായം കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.